ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ? നമ്മുടെ കേരളത്തിലെ രണ്ട് പ്രമുഖരായ ആളുകളുടെ ചിരികളെ പറ്റിയാണ് ഇന്ന് പറയാനുള്ളത്. ചിരി പടർത്തിയ രണ്ടുപേർ മറ്റാരുമല്ല, ഒന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ മറ്റൊരാൾ പാർട്ടിയുടെ ആസ്ഥാന ബുദ്ധിജീവിയും നിലവിലുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷുമാണ്. രണ്ടുപേരും ഭയങ്കര ചിരിയായിരുന്നു കഴിഞ്ഞ ദിവസം പത്രക്കാർക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. കാരണം മറ്റൊന്നുമല്ല, ഒരുപാട് ചോദ്യശരങ്ങളുമായി പത്രക്കാർ ഇവരുടെ മുമ്പിലേക്ക് വന്നു. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങളായി അവർ നൽകിയത് ചില ചിരികളായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പിന്നീട് ഈ ചിരികൾ വലിയ ട്രെൻഡിങ് ആയി മാറി. കാരണം ഒന്ന്, നമ്മുടെ മുഖ്യമന്ത്രി ചിരിക്കാറില്ലെന്ന പരാതി മുമ്പ് തന്നെ ഉണ്ടായിരുന്നതാണ്. അതീവ ഗൗരവക്കാരനായി നടക്കുന്ന മുഖ്യമന്ത്രിയുടെ ചിരിയായതുകൊണ്ട് തന്നെ അദ്ദേഹം ചിരിക്കാറുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ ഈ ഈ ചിരികൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടി ബുദ്ധിജീവി കൂടിയായ നമ്മുടെ ഗോവിന്ദൻ മാഷും ചിരിയുടെ കാര്യത്തിൽ ഒട്ടും മോശമാക്കിയില്ല. നമുക്കാദ്യം ഇവരുടെ ചിരികൾ കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. അത് ബൈക്കിൽ എന്നോട് എപ്പോ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എല്ലാരും കൂടി പറഞ്ഞാൽ ആരെ ശബ്ദം കേൾക്കുക. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്ന് തന്നെ അവര് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്രമാത്രം ഡാമേജ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണല്ലോ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴെങ്കിലും പറഞ്ഞതിന് തന്നെ. എന്താ ഞാൻ പറയാ, അതിന് എന്താ പറയേണ്ടത്? അല്ല, നിങ്ങൾ പറ, ഞാൻ എന്താ പറയേണ്ടത്? നേരത്തെ തന്നെ മനസ്സിലായില്ല. അല്ല, തുടങ്ങുമ്പോൾ തന്നെ നമുക്കും അതിനെപ്പറ്റി ഒരു ധാരണയുണ്ടായിരുന്നു. അതൊന്നും ഞങ്ങളെ ഓഫീസിലുള്ള ആൾക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല. ഏതായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിരികൾ. മറ്റൊന്നുമല്ല, കേരള രാഷ്ട്രീയത്തിൽ വിവാദങ്ങൾ പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പാർട്ടിയും പ്രതിരോധത്തിലായ സമയമാണ്. അപ്പൊ അതിനൊക്കെ മറുപടി പറയാനാണ് മുഖ്യമന്ത്രി വന്നത്. ഡൽഹിയിൽ അദ്ദേഹം PR ഏജൻസിക്കാരെ കൊണ്ട്, ഹിന്ദുവിനെ കൊണ്ട് നടത്തിയ പരാമർശങ്ങളും മലപ്പുറം പരാമർശം തുടങ്ങിയ പല വിഷയങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം ADGPയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ADGPയെ തൽസ്ഥാനത്ത് നിന്നും മാറ്റാത്തത്, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യശരങ്ങളുമായിട്ടാണ് പത്രക്കാർ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം PV അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ. അപ്പൊ മുഖ്യമന്ത്രി വളരെ രസകരമായിട്ടാണ് ഇന്നലെ പത്രസമ്മേളനം അവസാനിപ്പിച്ചത്. അല്ലെങ്കിൽ അദ്ദേഹം രൗദ്രഭാവമാണ് പ്രകടിപ്പിക്കാറ്. പത്രക്കാരെ കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞ് പുറത്താക്കിയ ചരിത്രമൊക്കെ അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മുഖ്യമന്ത്രി ഇന്നലെ വളരെ ആഘോഷപൂർവ്വം കഴിഞ്ഞ ദിവസം പത്രക്കാരുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ സമയങ്ങൾ ചെലവഴിച്ചു. അദ്ദേഹം ചിരിച്ചു ഒരുമാതിരിയായി. സത്യത്തിൽ ഈ ചിരി എന്നുള്ളത് കേരള ജനതയെ പരിഹസിച്ചുകൊണ്ടുള്ള ചിരിയാണെന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങളെയാണ് വിളിച്ച് തമാശ രൂപേണ കളിയാക്കി വിട്ടിരിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇനിയും ഉണ്ട് കേട്ടോ കാര്യങ്ങൾ, അതും കൂടി നമുക്ക് കണ്ടു നോക്കാം. പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൂടി ചിരിയുണ്ട്. അപ്പോൾ ഈ ചിരി ഇതൊരു പ്രധാനപ്പെട്ട ആയുധമായി ഉപയോഗപ്പെടുത്തുകയാണോ എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പാർട്ടി സെക്രട്ടറിയുടെ
ചിരികൾ കൂടി ഇനി കാണാനുണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടിപ്പോ? അല്ല, എന്താ കാര്യം? നിങ്ങൾക്കെല്ലാം വേറെ യാതൊരു തരത്തിലുള്ള കാര്യം ചോദിക്കാനുമില്ല, പറയാനുമില്ല. എന്നിട്ട് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആന വണ്ണത്തിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയും ഒന്നും പറയണ്ടേ? ഒരു കാര്യമില്ല, പറയണ്ട, ഒരു കാര്യമില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞാണ്, ഇനി ഒന്നും പറയാനില്ല. ഒഴിഞ്ഞൊന്നും മാറുന്നില്ല. ഒഴിഞ്ഞു മാറാം. നിങ്ങളോടാ ഒഴിഞ്ഞു മാറണ്ടേ? ഒഴിഞ്ഞു മാറുന്നു. എന്നിട്ട് നാളെ പറയും ഗോവിന്ദ മാഷ് ക്ഷോഭിച്ചു. ഞാൻ ക്ഷോഭിച്ചില്ല കേട്ടാ. വെറുതെ ചോദ്യം ചോദിച്ചോളൂ. അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇല്ലാതാണ്. ഗുരുതരമായ പ്രശ്നമാണ്. ആലോചിച്ചോ, അന്വേഷിച്ചു. അതാ പരിശോധിച്ചോട്ടെ. ഞങ്ങൾക്കത് പരിശോധിക്കേണ്ട കാര്യമില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിന് മേലെ പിന്നിൽ പോകേണ്ട കാര്യം നമുക്കെന്താ ഉള്ളത്? നിങ്ങൾക്ക് നാളെ പത്രത്തിൽ വരുത്താൻ വേണ്ടി ഒരു വാർത്ത വേണം. ആ വാർത്തക്ക് വേണ്ടി ഞങ്ങൾ അതിന്റെ പിന്നിൽ പോയിട്ട് നടത്തേണ്ട നല്ല കാര്യമുണ്ട്. ഒരു ആവശ്യമില്ല. സുബ്രഹ്മണ്യം അത് നോക്കിക്കോട്ടെ, എങ്ങനെ പരിശോധിച്ചു നോക്കട്ടെ. ഞങ്ങൾക്ക് അതിന്റെ എതിർപ്പതില്ല. സുബ്രഹ്മണ്യം നിങ്ങൾ കുറെ ദിവസമായില്ലേ ഈ പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്, അല്ലേ? ഇനിയിപ്പോൾ അത് പിണറായി ഇന്നലെ പറഞ്ഞതോടുകൂടി അത് പൂർണ്ണമാവേണ്ടതാണ്. നിങ്ങൾക്ക് ഇനിയും പൂർണ്ണമാകുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞിട്ട് ഇത് പൂർണ്ണമാക്കാൻ വേണ്ടി ശ്രമിച്ചാലും നിങ്ങൾക്കത് പൂർണ്ണമാവില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും ഗവൺമെന്റ് വിരുദ്ധവുമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ആശയം ഉൽപ്പാദിപ്പിക്കാനുള്ള പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എത്ര പറഞ്ഞാലും അത് നിങ്ങൾക്ക് ബോധ്യാവില്ല. ആ ബോധ്യാവാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ മുൻവിധിയാണ്. നിങ്ങൾക്ക് കൃത്യമായ മുൻവിധിയുണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉദ്ദേശമുണ്ട്, താല്പര്യമുണ്ട്. അത് വർഗപരം കൂടിയാണ്. ഓക്കെ, അതാണ് ഗോവിന്ദൻ മാഷിന്റെ പാർട്ടി ക്ലാസ്സും അതോടൊപ്പം തന്നെ ചിരിയും. സത്യത്തിൽ ഇവര് എന്താണ്, നിങ്ങൾക്ക് ബോധ്യപ്പെടില്ല, അത് വർഗ ബഹുജനവുമായി ബന്ധപ്പെട്ടതാണ്. അത് താത്വികമായിട്ടായിരിക്കും ഗോവിന്ദൻ മാഷ് മറുപടി പറയുക. പണ്ടത്തെ ശങ്കരാടി സ്റ്റൈൽ, പ്രതിക്രിയാവാദികൾ, ആ ഒരു സ്റ്റൈൽ ഓഫ് മറുപടികളാണ്. അത് പലപ്പോഴും ജനങ്ങൾക്ക് മനസ്സിലാവാറില്ല. പ്രത്യേകിച്ചും CPM-ന്റെ പാർട്ടി ബുദ്ധിജീവികളൊക്കെ സംസാരിക്കുന്നതും പാർട്ടിയുടെ അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന സ്വരാജിനെ പോലെയുള്ള ആളുകൾ സംസാരിക്കുന്ന ഭാഷ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാറില്ല. പ്രത്യേകിച്ച് ഗോവിന്ദൻ മാഷ് ഒക്കെ പിന്നെ എന്താണ്, അത്തരം ഒരു ബുദ്ധിജീവി അല്ലെങ്കിൽ പാർട്ടി ക്ലാസ് നയിക്കുന്ന ആളൊക്കെയാണല്ലോ. അപ്പൊ പാർട്ടി സഖാക്കളോട് പാർട്ടി യോഗത്തിൽ സംസാരിക്കുന്ന രീതിയിൽ പോലെയാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോടും പൊതുജനങ്ങളോടും സംസാരിക്കുന്നുള്ളത്. ഇത് അവർക്ക് ബോധ്യപ്പെടുന്നില്ല എന്താണെന്നുള്ളത്. ഇതിൽ പ്രശ്നം മറ്റൊന്നുമല്ല, കേരള സർക്കാരുമായി ബന്ധപ്പെട്ട, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക്, അതായത് കേരളത്തിലുള്ള ഭരണകൂടം, ആഭ്യന്തര വകുപ്പ് RSSന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുതകുന്ന തെളിവുകളാണ് ADGP അജിത് കുമാറിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന്റെ സ്നേഹസമീപനങ്ങളും RSS താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി നടത്തിയ ദി ഹിന്ദു പത്രവുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളും അതിൽ PR ഏജൻസി ഇവിടെ ആളുകൾ പങ്കെടുത്തതും അത് PR ഏജൻസി എഴുതിക്കൊടുത്തതും തുടങ്ങിയ പല രീതിയിലുള്ള ചോദ്യങ്ങൾ, ഒപ്പം PV അൻവർ ഉയർത്തിയ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരായ ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, PV അൻവർ ഉയർത്തിവിട്ട പോലീസുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ, ഇങ്ങനെ ഇതിലൊന്നും സർക്കാർ ഒരു നടപടിയും എടുത്തിട്ടില്ല. പാർട്ടിയും ഒരു നടപടിയും എടുത്തിട്ടില്ല. അപ്പോ അതൊക്കെ സ്വാഭാവികമായിട്ടും ഇതിന് ഉത്തരങ്ങൾ ഇതുവരെ ആയിട്ടില്ലല്ലോ. അങ്ങനെയാണ് ഈ തുടർച്ചയായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഈ നമ്മുടെ പാർട്ടി സെക്രട്ടറിയും ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അത് ഒന്നുമില്ല, അത് എന്താണ്, ഒരുതരം ആക്ഷേപങ്ങളാണ്. ഞങ്ങൾക്ക് തോന്നുന്ന ഇഷ്ടമുള്ളത് രീതിയിൽ ഞങ്ങൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യും. നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങളുമായിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് നന്നാവാൻ ഉദ്ദേശമില്ല എന്നതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം. അപ്പോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായാൽ പരിഹസിച്ച് കളിയാക്കി ചിരിച്ച് കൊണ്ട് ഈ രീതിയിൽ ഇതാക്കിയാൽ രക്ഷപ്പെടാമെന്നാണ് ഇവർ വിചാരിക്കുന്നുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ഈ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. ഇതിന് ഉത്തരങ്ങളും പരിഹാരങ്ങളും ആവാതെ ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നാണ് ആത്യന്തികമായി മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്. ഏതായാലും എന്താണ്, ക്ഷുദ്ര
അല്ലെങ്കിൽ രൗദ്ര സ്വഭാവമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ എന്താണ് ചിരി ആസ്വാദകനും ചിരി പടർത്തുന്ന ആളും ചിരിച്ചുകൊണ്ട് നേരിടുന്ന ആളുമായിട്ട് കണ്ടതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അവസാന നാളുകളെങ്കിലും കാണാൻ പറ്റിയല്ലോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം.